നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് പരാതി പറയുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ആവലാതികൾ ഉണ്ടെങ്കിൽ അത് നേരിട്ട് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിനും ആ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരിട്ട് കാണാതെ നമുക്ക് വീട്ടിലിരുന്നോ എത്ര ദൂരത്താണെങ്കിലും ഇരുന്ന് നമുക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം വന്നിരിക്കുന്നു. അത് മൊബൈൽ വഴിയും കമ്പ്യൂട്ടർ വഴിയും നമുക്ക് അത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് അറിയിക്കാവുന്ന ഒരു സിസ്റ്റം നിലവിൽ വന്നിരിക്കുന്നു. ഇപ്പോ ഈ മാസം 29-ാം തീയതി അത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. CM വിത്ത് മീ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോ ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇണക്കിയിരിക്കുന്ന CM വിത്ത് മീ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഇത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നേരിട്ട് പോയി നമ്മൾ പരാതി പറയേണ്ട കാര്യമില്ല. തങ്ങളുടെ പരാതി പറയാനോ എല്ലാവർക്കും സാധിച്ചു എന്നും വരത്തില്ല. കുറച്ചു പേർക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികോ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമായിരുന്നു ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക എന്ന് പറയുന്നത്. ഏതെങ്കിലും ജനപ്രതിനിധികൾ വഴിയോ അല്ലെങ്കിൽ കുറച്ചു പേർക്ക് മാത്രം സാധിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അത് വിശകലനം ചെയ്തുകൊണ്ട് ഈ കൂടുതൽ ജനകീയമാക്കുന്നതിനും ഈ CM വിത്ത് മീ എന്ന് പറയുന്ന ആ പരിപാടി ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏത് വിദൂര ദേശത്തിരുന്നും പരാതി, ഏതൊരു മനുഷ്യനും പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കുന്നതിന് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ അറിയിക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനമാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സംവിധാനത്തിലൂടെ. ആ സംവിധാനത്തിലൂടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള നടപടികൾ എന്തു തന്നെ ആയാലും അത് ജനങ്ങളെ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ് CM വിത്ത് മീ എന്ന് പറയുന്ന സിറ്റിസൺ കണക്ട് സംവിധാനം. അതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നേടാൻ സാധിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ആർക്കൊക്കെ ഈ പരാതി അയക്കാം എന്നുമുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ എന്നതിന്റെ കണക്ട് സെന്റർ ആണ് ഈ കാണുന്നത്. ജനങ്ങൾക്ക് സിറ്റിസൺ കണക്ട് സെന്ററിലേക്ക് ബന്ധപ്പെടുന്നതിനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ജനങ്ങൾ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന ഏജൻസിനെയാണ് ഈ കാണുന്നത്. 10ഓളം കണക്റ്റിംഗ് സെന്റേഴ്സ് ഉണ്ട്. ഇവരാണ് ജനങ്ങൾ ബന്ധപ്പെടുമ്പോൾ ആദ്യം തന്നെ കോൾ സ്വീകരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏജൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടിക്കറ്റ്സ് സ്വീകരിക്കുന്ന സെന്റർ ഓഫീസാണ് ഈ കാണുന്നത്. ഈ സെന്റർ ഓഫീസിൽ നമ്മുടെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് വർക്ക് ചെയ്യുന്നത്. ആ കൺസേൺഡ് നമ്മുടെ പരാതി സ്വീകരിച്ച് ടിക്കറ്റ് കൈമാറുന്നതോടുകൂടി അതത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അത്തരം പരാതികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ആശയങ്ങൾ പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പ് തല നോഡൽ ഓഫീസർക്ക് കൈമാറുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു 3 ടയർ സിസ്റ്റത്തിലാണ് സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തിക്കാൻ പോകുന്നത്. വകുപ്പിലെ നോഡൽ ഓഫീസർ ഇത് പരിശോധിക്കുകയും പരിശോധിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എന്താണ് എന്നുള്ളത് തിരിച്ച് സിറ്റിസൺ കണക്ട് സെന്ററിലേക്ക് അറിയിക്കുകയും ചെയ്യും. 48 മണിക്കൂറിനുള്ളിൽ ഈ വിളിക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, എന്താണ് അവരുടെ പരാതി, എന്തായിരുന്നു ആ പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്, അതിനെന്താണ് പരിഹാരം, അല്ലെങ്കിൽ അതിൽ എന്ത് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പരിഹാരമാവും എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് 48 മണിക്കൂറിനുള്ളിൽ എത്തിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ സംവിധാനം സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. ഈ CM വിത്ത് മീ എന്ന പരിപാടി ഏത് വ്യക്തികൾക്ക് എത്ര ദൂരെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പരാതി അയക്കുന്നതിനും ആ പരാതി 48 മണിക്കൂറിൽ ആകുമോ ഇല്ലയോ എന്നുള്ള അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന നിലയിലേക്കാണ് നമ്മൾ പരാതി അയക്കുന്നതിന്റെ അന്ന് തൊട്ടുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി ലഭ്യമാക്കുന്ന തരത്തിലാണ് ഇതിന്റെ സംവിധാനം.
സ്ഥലങ്ങളിൽ നമുക്ക് CM-നെ നേരിട്ട് പോയി കാണുന്നതിനോ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോയി കാണുന്നതിനോ വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങൾ നേരിട്ടിരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഈ സർക്കാരിന്റെ പദ്ധതികളെല്ലാം ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് CM വിത്ത് മീ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ആരംഭിക്കുകയും ഇപ്പോ ഇന്നു മുതൽ 29-ാം തീയതി തൊട്ടുള്ള ഈ ദിവസം കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നിലവിൽ വരുന്നത്.